നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അക്രൂരൻ തേരോടിച്ചു മധുരാപുരിയുടെ ഗോപുരദ്വാരത്തിൽ എത്തി. ക്ഷണിച്ചു ഭഗവാനെ തൻ്റെ ഗൃഹത്തിൽ വരണം എന്ന്. ഭഗവാൻ പറഞ്ഞു, യദുചക്രദ്രുഹം ഹത്വ, ഈ യാദവന്മാരെ ഇങ്ങനെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം ആളുകളുണ്ട് ഇവിടെ, അവരെയൊക്കെ ഒന്ന് നിലയ്ക്ക് നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം എന്ന് അക്രൂരനെ അവിടുന്ന് പറഞ്ഞയച്ചു. ഗോപുരദ്വാരത്തിനകത്തേക്ക് കടന്നു. നല്ല ഐശ്വര്യ സമൃദ്ധമായ ഒന്നാണ് ഈ മധുരാപുരി. നല്ല ഒന്നാന്തരം രാജവീഥി. ആ രാജവീഥിയുടെ രണ്ട് ഭാഗത്തും മണിമേടകൾ ധാരാളം. കൃഷ്ണൻ ഇവിടെ വരും ഇന്ന് മനസ്സിലാക്കിയിട്ട് ദൂരദേശത്തു നിന്ന് എത്രയോ ആളുകൾ അവിടെ വന്നെത്തിയിട്ടുണ്ട്. മണിമേടകളിൽ നിന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഭഗവാന്റെ മേലെ പുഷ്പവൃഷ്ടി ഇങ്ങനെ തൂകുക. ചിലർ ലാജ്യം മലര് ഇങ്ങനെ വർഷിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കൈ കൂപ്പിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആ ഭഗവാനെ കാണാനുള്ള അത്യാർത്തി ഇവിടെ ശ്രീശുകൻ വർണ്ണിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാണ് ആളുകൾ വന്നെത്തിയതെന്നോ. അസ്നന്ത്യേകാഹ, ചിലരെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ കൃഷ്ണൻ വരണോ എന്ന് കേട്ടപ്പോൾ അപ്പം കണ്ട് നീട്ടി ചെന്നു. അങ്ങനെ ചിലർ, പിന്നെ വേറെ ചിലർ മേലൊക്കെ എണ്ണയും തേച്ച് കുളിക്കാനായിട്ട് പുറപ്പെടുകയായിരുന്നു. ആ നേരത്ത് ദേ കൃഷ്ണൻ വരണോ എന്ന് കേട്ടു. ആ എണ്ണ തേച്ചിട്ടുള്ള ആ വേഷത്തിൽ അങ്ങനെ അകൃതോപമജ്ജനാഹ. വേറെ ചിലരോ അമ്മമാർ സ്വപന്ത്യവുത്ഥായ, ചിലർ കിടന്നുറങ്ങിയിരുന്നു. അതിനിടയ്ക്കാണ് ഒരു അർദ്ധനിദ്രയിൽ കേട്ടു കൃഷ്ണൻ വരണു എന്ന്, പെടഞ്ഞെഴുന്നേറ്റു. അങ്ങനെയുള്ളവരുണ്ട്. കുഞ്ഞിനെ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരുന്ന അമ്മമാരുണ്ട്. കൃഷ്ണൻ വരണു എന്ന് കേട്ടപ്പോൾ കുഞ്ഞിനെ അവിടെ ഇട്ടു. എന്നിട്ട് നേരെ ഭഗവാനെ കാണാനായിട്ട് ചെന്നു. ഇങ്ങനെയാണ്. ഒരു ദാഹം പോലെയായിരുന്നു എല്ലാവർക്കും. എല്ലാവരും ഇങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് നിൽക്കണു. ഇത്രകേമായിട്ട് ഇങ്ങോട്ട് പൂജിക്കുമ്പോൾ അങ്ങോട്ടും ഒരു പ്രത്യഭിവാദനം വേണമല്ലോ. ഭഗവാൻ അങ്ങനെ ചെയ്തു. എല്ലാവരെയും നോക്കിയിട്ട് ചിലരെ നോക്കി ഒന്ന് ചിരിച്ചു, ചിലരെ നോക്കി തലയൊന്ന് കുലുക്കി, ചിലരെ നല്ലോണം കണ്ണ് വിടർത്തി ഒന്ന് നോക്കി, ചിലരെ നോക്കി ചിരിച്ചു, ചിലരെ നോക്കി കൈയൊന്ന് വീശി, ഈ ചിലരോട് മാത്രം കുശലം ചോദിച്ചു. ഇങ്ങനെയാണ് ഭഗവാൻ മുന്നോട്ട് അങ്ങനെ നീങ്ങിയത്. അവിടെ വഴിവാണിഭക്കാരുണ്ട്, കൊച്ചു കൊച്ചു കച്ചവടക്കാർ. അവരുടെ കയ്യിലുള്ളത് ഭഗവാന്റെ മുമ്പിൽ അവർ സമർപ്പിച്ചു. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ മുന്നോട്ട് നടന്നു. ഇതിനിടയ്ക്ക് ഒരു രചകൻ, രാജാവിൻ്റെ വസ്ത്രം അലക്കലാണ് അയാൾക്ക് ജോലി. ഭഗവാൻ കൈ കൂപ്പിക്കൊണ്ട് ചോദിച്ചു, 2 വസ്ത്രം തരുമോ, വലിയ ശ്രേയസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞു. രാജാവിൻ്റെ വസ്ത്രം കാട്ടിക്കിടക്കണം, പിള്ളേർക്ക് പിടിച്ച് കെട്ടിയിടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ നീട്ടിയ കയ്യെ ഒന്നും കൂടി അങ്ങോട്ട് നീട്ടി. അയാളുടെ ചെവിടത്തേക്കാണ് നീട്ടിയത് എന്ന് മാത്രം. അതോടുകൂടി അയാൾ മറിഞ്ഞ് അങ്ങോട്ട് വീണു. അയാളുടെ ശരീരം ഭൂമിയിൽ വീണു എന്ന് മാത്രമേ ഉള്ളൂ. അയാളുടെ ആത്മാവ് എന്ന് വീണത് വൈകുണ്ഠത്തിലായിരുന്നു. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. ഈ അനുസരണമില്ലാത്ത ആളുകളൊക്കെ, ഉദ്യോഗസ്ഥന്മാരെ ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. ഉത്തരവ് മേലെ എന്തുണ്ടായാലും ഒന്നും അനുസരിക്കില്ല. അങ്ങനെയുള്ളവരെ എന്താ ചെയ്യുക, നിർബന്ധ പെൻഷൻ കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞയക്കാം. ഭരണാധികാരികൾക്ക് ശല്യം തീരണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലെ ഈ രചകരെ ഇപ്പോൾ നിർബന്ധ പെൻഷൻ കൊടുത്ത് വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ പറഞ്ഞയച്ചു. ഒപ്പം കുറച്ച് ഭാണ്ഡക്കെട്ടൊക്കെ എടുത്ത് കുറച്ച് ആളുണ്ടായിരുന്നു. അവരതൊക്കെ വലിച്ചെറിഞ്ഞ് വേഗം ഓടി. 2 വസ്ത്രം തരുമോ എന്നേ ചോദിച്ചുള്ളൂ. ഇപ്പം അതിന് പകരം 2 അല്ല 20 അല്ല 200 വസ്ത്രം. പലതരത്തിലുള്ളതുണ്ട്. അതിൽ മഞ്ഞപ്പട്ട് താനെടുത്തു, നീലപ്പട്ട് ഏട്ടന് കൊടുത്തു, ചുവന്ന പട്ട് സീതാമാവിന് കൊടുത്തു. ഇഷ്ടം പോലെ ഓരോരുത്തർക്ക് പട്ട് വസ്ത്രങ്ങളൊക്കെ വിതരണം ചെയ്തു. അപ്പോഴേക്കും ഒരു തുന്നൽക്കാരൻ വന്നു, പാകത്തിന് തുന്നിക്കൊടുത്തു. അയാളെയും അനുഗ്രഹിച്ചു. പിന്നെ ചെന്നത് എവിടേക്കാ, തതസ്സുതംനോ ഭവനം. ഒരു മാലാകാരൻ പൂക്കൾ ഇങ്ങനെ പറിച്ചു കൊണ്ടുവരും. എന്നിട്ട് മാല കുരുക്കും. ഇന്ന് ഭഗവാൻ എൻ്റെ ഗൃഹത്തിൽ വരും, ഭഗവാന്റെ കഴുത്തിലൊന്ന് മാല ചാർത്താൻ സാധിക്കണം. ഇതാണ് അയാളുടെ ആഗ്രഹം. രാത്രി 10 മണിയാവുന്നത് വരെ കാത്തിരിക്കും. കഷ്ടയെ, ഇന്ന് ഭഗവാനെ കണ്ടില്ലല്ലോ. ആ മാലയൊക്കെ വലിച്ചെറിയും. പിറ്റേ ദിവസവും മാല കുരുക്കും. ഇങ്ങനെയാണ് കാത്തിരിപ്പ്. എന്നാൽ അയാൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഇത് ഭഗവാന്റെ കഴുത്തിൽ വീഴണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എവിടെയെങ്കിലും ആ മാല ചാർത്തിയാൽ ഭഗവാന്റെ കഴുത്തിൽ വീണേനെ. അത്രത്തോളം ജ്ഞാനം അയാൾക്കില്ല. ഗുരുവായൂർ പ്രസിദ്ധമായ ഒരു ഐതിഹ്യമുണ്ട്. മഞ്ജുള എന്ന പേരായ ഒരു സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ കഴുത്തിൽ മാല ചാർത്തണം എന്ന് വിചാരിച്ച് വന്നതാണ്. അന്ന് മേശാന്തി പറഞ്ഞു ഒന്നും ചാർത്താൻ പറ്റില്ല എന്ന്. ഒടുക്കം ആ സ്ത്രീ ചെയ്തത് എന്തായിരുന്നു, കിഴക്കേ ഗോപുരത്തിൽ അല്പം ദൂരെ ഉള്ള ഒരു ആൽത്തറയിൽ, എൻ്റെ ഗുരുവായൂരപ്പ അവിടുത്തെ കഴുത്തിൽ വീഴണേ ഈ മാല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കല്ലുമ്മൽ മാലയാണ് ചാർത്തി.
ശ്രീകോവിലിരുന്നുകൊണ്ട് ഗുരുവായൂരപ്പന് കഴുത്ത് ഇങ്ങോട്ട് നീട്ടി ആ മാല സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് വെച്ചാൽ. പിറ്റേ ദിവസം മേശാന്തി ഗുരുവായൂരപ്പൻ്റെ കഴുത്തിൽ നിന്ന് മാല എടുത്ത് കളഞ്ഞിട്ടും പോയില്ല എന്നാണ് കഥ. ഒടുക്കം ഈ മഞ്ജുള ആ കല്ലുമ്മൽ നിന്ന് മാല എടുത്ത് കളയേണ്ടി വന്നു. എന്നിട്ടേ ഭഗവാന്റെ കഴുത്തിൽ നിന്ന് മാല പോയുള്ളൂ. ആ സ്ത്രീക്ക് അത്രത്തോളം ജ്ഞാനമുണ്ടായിരുന്നു. പക്ഷെ അത്രത്തോളമൊന്നും ജ്ഞാനം ഈ സുധാമാവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ഇന്ന് ഭഗവാനെ കണ്ടില്ല എന്നും പറഞ്ഞ് ഈ പൂക്കളും മാലകളും ഒക്കെ വലിച്ചെറിയും. ഇന്ന് തതസുതം നോ ഭവനം മാലാകാരസ്യ ജഗ്മതു. ആ സുധാമാവിൻ്റെ ഗൃഹത്തിലേക്ക് ഭഗവാൻ അങ്ങോട്ട് ചെന്നു. സാഷ്ടാംഗം അയാൾ വീണ് നമസ്കരിച്ചു. തൻ്റെ കൈകൊണ്ട് കൊരുത്ത മാലകൾ ഭഗവാന്റെ കഴുത്തിൽ ചാർത്തി ശേഖരിച്ചു വെച്ച പൂക്കളെ കൊണ്ട് നല്ല ഒരർച്ചനയും നടത്തി. നമസ്കരിച്ചപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്താ വരം വേണ്ടത് എന്ന്. എനിക്ക് ഭക്തി ഉണ്ടാവണം എന്ന് മാത്രം പ്രാർത്ഥിച്ചു. ഭക്തി ഇപ്പം തന്നെയുണ്ട്, ഇനി ബലം ഉണ്ടാവട്ടെ, ആയുസ് ഉണ്ടാവട്ടെ, അനവധി അനുഗ്രഹം ആ ആൾക്കും കൊടുത്തു. ഭഗവാൻ പിന്നെയും മുന്നോട്ട് നടന്നു. അപ്പോൾ ഉണ്ട് കൂനി ഒരു സ്ത്രീ ഇങ്ങനെ വരണു. ശരീരത്തിന് 3 വളവുണ്ട്. അത് കാരണം ത്രിവക്ര എന്നാണ് വിളിക്കാറ്. അടുക്ക ചെന്നിട്ട് ഭഗവാൻ വിളിച്ചു, ഹേ സുന്ദരി, എനിക്ക് കുറച്ച് കളഭം തരുമോ എന്ന് ചോദിച്ചപ്പോഴേ അവളാകെ കോരിത്തെരിച്ചു പോയി. സുന്ദരി എന്ന് വിളിക്കുക ഈ കൂനി നടക്കുന്ന ഒരുത്തിയെ സുന്ദരിയാവും എന്ന് അവളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കളഭം തരുമോ എന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ കളഭത്തിൻ്റെ പാത്രം തന്നെ ഭഗവാന്റെ കയ്യിലാണ് കൊടുത്തു. അപ്പോൾ ഒരു പ്രത്യുപകാരം ചെയ്യണ്ടേ? ആ വളവുള്ള സ്ഥലത്ത് ഇടത്തെ കൈകൊണ്ട് നല്ലോണം അമർത്തി പിടിച്ചു, വലത്തെ കൈകൊണ്ട് ആ താടി പിടിച്ചൊരു പൊക്കങ്ങോട്ട് പോക്കി. അതോടുകൂടി അവളുടെ ആ വളവ് അങ്ങോട്ട് നിവർന്നു. ഇപ്പം ശരിക്ക് അവൾ ബൃഹശ്രോണിപയോധര പരമസുന്ദരിയായിട്ട് മാറി. അവളും ക്ഷണിച്ചു എൻ്റെ ഗൃഹത്തിൽ വരണം എന്ന്. പിന്നെ വരാം എന്ന് പറഞ്ഞാൽ അവളെയും യാത്രയാക്കി. അപ്പോഴേക്കും നേരം സന്ധ്യ ആവാറായി. ആ തേരിൽ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. പിറ്റേ ദിവസം നേരം പ്രഭാതമായപ്പോൾ അവിടുന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും നന്ദഗോപുരം മുതലായവർ നേരത്തെ തന്നെ അവിടുന്ന് പുറപ്പെടുക കഴിഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ ഈ കലാപരിപാടി നടക്കുന്ന സ്ഥലത്ത് അവിടെ ഈ മുഴുവനും കാണണമെന്ന് വെച്ചാൽ മുൻസീറ്റിൽ തന്നെ സ്ഥാനം പിടിക്കണം. അതിനു വേണ്ടിയിട്ട് അവരൊക്കെ പാവം ധരിച്ചേക്കണത് ഇവിടെ കലാപരിപാടിയാണ് എന്നാണ്. അവർക്കൊക്കെ വേണമെങ്കിൽ യഥേഷ്ടം അങ്ങോട്ട് ചെല്ലാം. രാമനും കൃഷ്ണനും അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ അവിടെ ചില കാര്യങ്ങളൊക്കെ നടന്നു. ഗോപുരത്തിൽ അങ്ങോട്ട് എത്തിയപ്പോൾ ഒരു പട്ടുകൂറ്റൻ ആന, കുവലയാപീഠം എന്ന ആനയുടെ പേര്, 2 പാപ്പന്മാരും ഉണ്ട്. ഭഗവാൻ പാപ്പാന്മാരോട് പറഞ്ഞു, ഈ ആനയൊന്ന് മാറ്റി നിർത്തൂ എന്ന്. മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അതുകൊണ്ട് മേഘഗംഭീരയാ ഗിര ഉറച്ച ശബ്ദത്തിലാണ് മാറ്റി നിർത്തൂ എന്ന് പറഞ്ഞത്. കൂട്ടാക്കിയില്ല. ദേ ഞാൻ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോൾ എന്നിട്ടും അയാൾ കൂട്ടാക്കിയില്ല. മാറ്റി നിർത്തുന്നതിന് പകരം ശ്രീകൃഷ്ണൻ്റെ നേർക്ക് ആനയും കൊണ്ട് അങ്ങോട്ട് ചെന്നു. കംസൻ ഏൽപ്പിച്ചേർന്നതാണ്. അപ്പോൾ ഭഗവാനും ആനയും തമ്മിൽ ചെറിയൊരു യുദ്ധം നടന്നു. യുദ്ധം മുറുകി വന്ന സമയത്ത് ആനയുടെ 2 കൊമ്പുമ്പലും 2 കൈകൊണ്ടും അങ്ങോട്ട് പിടിച്ചു. ഇടത്തെ കാലുകൊണ്ട് മസ്തകത്തിൽ അങ്ങോട്ട് ചവിട്ടിയിട്ട് ഒരൊറ്റ വലിയ ഇങ്ങോട്ട് വലിച്ചു. 2 കൈയിലേക്കും 2 കൊമ്പും പറഞ്ഞിങ്ങോട്ട് വന്നു. ആ മസ്തകത്തിൽ കൊമ്പോണ്ടൊരു അടിയും കൊടുത്തു. അതോടുകൂടി ആന ചെരിഞ്ഞങ്ങോട്ട് വീണു. ആ പാപ്പാൻ്റെ തലയിലും കൊടുത്തു ഒരടി. ഒരു കൊമ്പ് ഏട്ടൻ്റെ കയ്യിലും ഒരു കൊമ്പ് തൻ്റെ കയ്യിലും. ഇങ്ങനെ രാമനും കൃഷ്ണനും ആനക്കൊമ്പ് തോളത്ത് വെച്ചും കൊണ്ട് മുമ്പോട്ട് നടന്നു. ഒപ്പം വന്നിട്ടുള്ള കൂട്ടുകാർക്ക് ബഹുരസം. ഒരാൾ രാമന് ജയ് വിളിച്ചു, മറ്റാൾ കൃഷ്ണനും ജയ് വിളിച്ചു. ഇങ്ങനെ ചാടിത്തുള്ളിക്കൊണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ആരാന്ന് ചോദിച്ചാൽ നല്ല നിശ്ചയമില്ല. ഇവിടെ ഇങ്ങനെ ആരൊക്കെയോ ഇങ്ങനെ സ്വകാര്യം പറയുകയാണ്. അനവധി ആളുകൾ ഇവിടെ ഇങ്ങനെ കൂടിയുണ്ട്. എല്ലാവരും സ്വകാര്യം പറയണത് എന്താണെന്നോ, കംസൻ ചാവാറായി. ഇത്ര സ്വകാര്യം പറയണത് കംസൻ ചാവാറായി എന്ന്. അപ്പോൾ ആരാണ് ഈ കൊല്ലാൻ പോണ ആള്? കൃഷ്ണനാണെന്ന് ഇങ്ങനെ കേൾക്കാനുണ്ട്. ഇതാരാ ഇവിടെ പറഞ്ഞു വരുത്തിയതെന്ന് ചോദിച്ചാൽ ആർക്കും നല്ല നിശ്ചയമില്ല. അപ്പോൾ കൃഷ്ണൻ കംസനെ കൊല്ലാൻ പോണ ആള് എന്ന് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ വാത്സല്യവും സ്നേഹവും ആയി. ഭഗവാൻ ആ വേദിയുടെ താഴെ ഇങ്ങനെ വന്നു നിന്നു. അപ്പോൾ ചാണൂരൻ, മുഷ്ടികൻ 2 മല്ലന്മാർ വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഭഗവാനെ കണ്ടപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണത്രേ തോന്നിയത്. മല്ലാനാമശനിർണണം മല്ലന്മാർക്കിടിവാൾ ജനത്തിനരജൻ മീനങ്കനേണക്ഷിമാർക്ക് ഇല്ലത്തിൽ സഖി വല്ലവർക്ക് അരികലർക്ക് അന്നന്ദനോ നന്ദനൻ കാലൻ കംസന് ദേഹികൾക്കിഹ വിരാൾ ജ്ഞാനിക്കു തത്വം പരം. ഓരോരുത്തർക്കും ഓരോന്നാണ് ഭഗവാൻ. ചാണൂരൻ ക്ഷണിച്ചു, വരൂ നമുക്കൊരു കൈ നോക്കാം, എന്നിട്ട് നമുക്ക് ഗുസ്തി മത്സരം നടത്തിയിട്ട് രാജാവിനെ പ്രസാദിപ്പിക്കണം.
ഭഗവാനും പറഞ്ഞു, അതെനിക്കും ആഗ്രഹമുണ്ട് രാജാവിനെ സന്തോഷിപ്പിക്കണം എന്ന്. പക്ഷെ നമ്മൾ തമ്മിൽ ഗുസ്തി കൂടിയാൽ എങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾ വലിയ മല്ലന്മാർ, ഞങ്ങൾ കുട്ടികളും. അതൊന്നും സാരില്ല, താനല്ലേ ആനയെ കൊന്നാള്, ഇങ്ങോട്ട് വരിക, നമ്മൾ തമ്മിൽ നല്ല യോജിപ്പാന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ വേദിയിലേക്ക് അങ്ങോട്ട് കയറി. ബലരാമനും വേദിയിലേക്ക് കയറി. ശ്രീകൃഷ്ണനും ചാണൂരനും തമ്മിൽ, ബലരാമനും മുഷ്ടികനും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം. പരിഭ്രാമണ വിക്ഷേപ പരിരംഭാവപാതനൈ, ഇങ്ങനെയൊക്കെയായിരുന്നു ആ യുദ്ധം. അങ്ങോട്ട് പിടിച്ചു തള്ളുക, ഇങ്ങോട്ട് പിടിച്ചു വലിക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തിങ്ങനെ ഇടിക്കുക. ഈ മല്ലന്മാർ കുട്ടികളുടെ മാറത്തിങ്ങനെ ഇടിക്കണ കണ്ടപ്പോഴേ ആളുകൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇത് കലാപരിപാടിയല്ല എന്ന്. ആളുകൾ അത് വിളിച്ചു പറയാൻ തുടങ്ങി, ഈ യുദ്ധം നിർത്തണം നിർത്തണം എന്ന്. അധർമ്മം ചെയ്താൽ മാത്രമല്ല പാപമുള്ളൂ, അധർമ്മം ചെയ്യണത് കണ്ടാൽ ചെന്ന് തടയണം. അതിന് കഴിവില്ല എന്ന് വെച്ചാൽ അരുതെന്ന് പറയണം. അതിനും സാധ്യതയില്ല എന്ന് വെച്ചാൽ അവിടുന്ന് ഇറങ്ങിപ്പോണം. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകും ഈ യുദ്ധം നിർത്തിയില്ലെങ്കിൽ. ഇങ്ങനെയൊക്കെ ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി. ഭഗവാനെ നിശ്ചയിച്ചു, എന്നാ നിർത്തിക്കളയാം എന്ന്. ചാണൂരൻ്റെ കയ്യുമ കയറി ഇങ്ങോട്ട് പിടിച്ചു, ഒരു 3-4 പ്രാവശ്യം വട്ടത്തിൽ അങ്ങോട്ട് ചുറ്റിച്ചു. എന്നിട്ട് ഒരടിയും കൊടുത്തു നിലത്ത്. ചാണൂരൻ്റെ കഥ കഴിഞ്ഞു. മുഷ്ടികൻ്റെ കഥ ബലരാമനും കഴിച്ചു. മറ്റുള്ള ആളുകൾ കുറച്ച് പേര് അവരൊക്കെ ഓടിപ്പോയി. ഭഗവാന്റെ കൂട്ടുകാർ വൃന്ദാവനത്തിൽ നിന്ന് വന്നവർ അവരെ വേദിയിലേക്ക് അങ്ങോട്ട് കയറി. എന്നിട്ട് അവർ ഭംഗിയായിട്ട് ഒരു ഗുസ്തി മത്സരം അത് കാഴ്ചവെച്ചു. അത് ഇടയ്ക്കിടയ്ക്ക് വൃന്ദാവനത്തിൽ പതിവുള്ളതാണ്, അടിച്ച് കളിക്കുക, ഗുസ്തി കൂടുക. ഇത് കണ്ടപ്പോൾ ആളുകൾ കൈയടിക്കാൻ തുടങ്ങി. ഇത് ശരിക്കും കലാപരിപാടിയായിരുന്നു. ആളുകളിങ്ങനെ ബലേ ബലേ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുക, ചില തോർത്തുമുണ്ടെടുത്ത് മുകളിലേക്ക് എറിയുക, അങ്ങനെയാണല്ലോ ആവേശം മുഴുത്താൽ. ഇതെല്ലാം കണ്ട് കംസൻ മഞ്ചത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നായിരുന്നു. വസുദേവനെ ഞാൻ ഇപ്പോൾ വെട്ടിക്കൊല്ലും, അദ്ദേഹം ഇങ്ങനെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഭഗവാൻ വേഗം മഞ്ചത്തിൻ്റെ മുകളിലേക്കാണ് കയറി കംസൻ്റെ ആ കഴുത്തിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ഒറ്റ തള്ളങ്ങോട്ട് തള്ളി. അങ്ങനെ ആ മഞ്ചത്തിൻ്റെ മുകളിൽ നിന്ന് കംസൻ താഴോട്ട് ഇങ്ങോട്ട് വീണു. ഭഗവാൻ ഒപ്പം അങ്ങോട്ട് ചാടി. എന്നിട്ട് മാറത്ത് വന്നങ്ങോട്ട് ഇരുന്നു. കംസൻ്റെ കഴുത്തിൽ നല്ലോണം അമർത്തി ഇങ്ങോട്ട് പിടിച്ചു. എന്തിനാന്നോ, നല്ലോണം കണ്ണ് തുറന്ന് തന്നെ കണ്ടോണ്ടാവണം അമ്മാമൻ്റെ മരണം എന്ന് വിചാരിച്ച്. ഭഗവാനെ കേശാദിപാദം കണ്ട് കംസൻ കണ്ണടച്ചു. അദ്ദേഹത്തിനും സാരൂപ്യമുക്തി കൊടുത്തു ഭഗവാൻ. കംസൻ്റെ വിധവകൾ പത്നിമാരവിടെ വന്ന് കരയാൻ തുടങ്ങി. അവരെയും 2 നല്ല വാക്കൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിന്നെ ആദ്യം ചെന്നത് അച്ഛനും അമ്മയും താമസിക്കുന്ന ജയിൽമുറിയിലേക്കാണ്. രാമനും കൃഷ്ണനും ദേവകീ വസുദേവന്മാരുടെ മുമ്പിൽ ചെന്ന് അങ്ങോട്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ അമ്മേ, ഞങ്ങൾ കംസനെ പേടിച്ച് ദൂരെ താമസിക്കുകയായിരുന്നു ഇതേവരെ. നിങ്ങളെ കുട്ടിക്കാലത്ത് വേണ്ട പോലെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അച്ഛനും അമ്മയും പ്രസാദിക്കണം. ഇത് പറഞ്ഞപ്പോഴേ സസ്വജാതേ എന്ന ശങ്കിതവും എന്താണെന്നതിന് മറുപടി പറയേണ്ടതെന്ന് 2 പേർക്കും അറിയാതെ കണ്ടായി. അവരെ ഭഗവാൻ മോചിപ്പിച്ചു. പിന്നെ ഉഗ്രസേനനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അനാവശ്യമായിട്ട് അനവധി ആളുകളെ കംസൻ ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ മോചിപ്പിച്ചു. ഉഗ്രസേനനെ വീണ്ടും അടുത്ത രാജാവായിട്ട് അവരോധിച്ചു. അങ്ങനെ വീണ്ടും ഒരു സൽഭരണം അവിടെ അങ്ങ് സ്ഥാപിച്ചു. ആർക്കും യാതൊരു പ്രശ്നമില്ല, എല്ലാവർക്കും പരമസുഖം. അങ്ങനെയായിരുന്നു അന്ന് മധുരാപുരിയിൽ. എന്ത് കാര്യമുണ്ടെങ്കിലും ഭഗവാന്റെ അടുക്ക ചെന്നാൽ മതി, കാര്യം നിറവേറി കിട്ടും. ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണല്ലോ ഈ മോഹം. ഒരു ദിവസം ഒരു 75 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാൾ വടിയും കുത്തിപ്പിടിച്ച് ഭഗവാന്റെ അടുക്ക ഇങ്ങനെ ചെന്ന് നിന്നു, തൊഴുത് പിടിച്ചോണ്ട്. ഭഗവാൻ ചോദിച്ചു, എന്താ വന്നത്? എനിക്കൊരു മോഹമുണ്ട് എന്ന് പറഞ്ഞു. എന്താ മോഹം? ഓ, എനിക്ക് 25 വയസ്സുകാരനെ പോലെ ആവണം എന്നൊരു മോഹം. ഓ, അമ്മാവന് ഇനി 25 വയസ്സുകാരനെ പോലെ തന്നെ. ഇതങ്ങോട്ട് ഭഗവാൻ പറയേണ്ട താമസം. ഇങ്ങോട്ട് ഈ വടിയും കുത്തിപ്പിടിച്ച് വളഞ്ഞ് വന്നിരുന്ന ആള് വടി കക്ഷത്തിൽ വെച്ച് ഞെളിഞ്ഞ് അങ്ങോട്ട് നടക്കാറായി. അയാൾ ശരിക്കും 25 വയസ്സുകാരനെ പോലെയായി. അയാളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് നടക്കണ കണ്ടപ്പോൾ വേറെ ചില ആളുകൾ ചോദിച്ചു, അമ്മാമനല്ലേ ഇപ്പം ഈ വളഞ്ഞ് വടിയും കുത്തി പോണാണ്ടേ? അവിടെ ചെന്നാൽ മതി, എന്നാ അങ്ങനെയാവും എന്ന് പറഞ്ഞു. നോക്കണേ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും 4 ആൾ. അവരൊക്കെ ഈ 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ്. അവരെയും 30 വയസ്സുകാരാക്കി വിട്ടു ഭഗവാൻ. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും 4 അല്ല 40 ആൾ. എല്ലാവർക്കും ചെറുപ്പക്കാരവിടെ നിന്നാണ് മോഹം. ചുരുക്കത്തിൽ ആ കാലത്ത് എങ്ങനെയായി? മധുരാപുരിയിൽ ഷഷ്ടിപൂർത്തി കഴിഞ്ഞാലും സപ്തതി കഴിഞ്ഞാലും തല നരക്കില്ല, കഷണ്ടിയും വരില്ല, ഇങ്ങനൊരു മട്ടായിരുന്നു. എല്ലാവർക്കും 25 വയസ്സുകാരനെ പോലെ നല്ല ആരോഗ്യം. യുവാനോതിബലവൂ ജസ, ശരിക്കും യുവാക്കളെ പോലെയായി എന്നാണ്. അത്രയ്ക്കുണ്ടായിരുന്നു ഭഗവാന്റെ കാരുണ്യം അവിടെ.
കുറച്ച് ദിവസം അങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഭഗവാൻ ഒരു ദിവസം നന്ദഗോപരോട് ചോദിച്ചു, അച്ഛൻ ഇനി എന്നാ വൃന്ദാവനത്തിലേക്ക് തിരിച്ച്? ഇവിടെ വന്നതിന് ശേഷമാണ് നന്ദഗോപർക്ക് മനസ്സിലായത് കൃഷ്ണൻ തൻ്റെ പുത്രനല്ല എന്നാലും അദ്ദേഹത്തിന് വലിയ ദുഃഖം ഉണ്ടായിരുന്നില്ല. വസുദേവന്റെ പുത്രനായിക്കോട്ടെ, എന്തായാലും കൃഷ്ണൻ തൻ്റെ പുത്രൻ തന്നെയാണല്ലോ. പക്ഷെ അതിലേറെ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചു തൽക്കാലം കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് ഇല്ല എന്ന് വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ പുതുതായിട്ടൊരു രാജാവ് അധികാരത്തിലേറിയാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ തീർന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം. എന്നാ ഞാനും എന്നിട്ടേ ഉള്ളൂ എന്നായി നന്ദഗോപര്. അയ്യോ, അച്ഛൻ ഇവിടെ ഇങ്ങനെ താമസിച്ചാൽ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് കരയില്ലേ? അത് ഓർക്കുമ്പോൾ നന്ദഗോപർക്ക് പോവാണ്ട് വയ്യ. പക്ഷേ കൃഷ്ണനെ വിട്ട് എങ്ങനെയാ പോവുക? ഭഗവാൻ ഉറപ്പ് കൊടുത്തു, ഞാൻ വരും, കുറച്ച് ജോലിയും കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ വരും. ഇതും പറഞ്ഞ് അച്ഛനെ അവിടുന്ന് യാത്രയാക്കി. കൂട്ടുകാരെയൊക്കെ ഭഗവാൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെയും അമ്മയുടെയും അടുക്ക ചെല്ലണം കേട്ടോ. ഒരു പക്ഷേ അവർ എന്നെ ഓർത്ത് കരഞ്ഞു എന്ന് വരാം, അവരെ ആശ്വസിപ്പിക്കാൻ നിങ്ങളുണ്ടാവില്ലേ? അവരപ്പം ചോദിച്ചു, അച്ഛനും അമ്മയും കരയാതെ കണ്ട് കൃഷ്ണൻ ഞങ്ങളെ ഏൽപ്പിച്ചു, ഞങ്ങൾ കരയാതെ കണ്ട് കൃഷ്ണൻ ആരെയായി ഏൽപ്പിക്കുക? അത് ചോദിച്ചപ്പോഴേക്കും അവരുടെ കണ്ണിലും വെള്ളം പൊടിഞ്ഞിടങ്ങി. അയ്യോ, കരഞ്ഞുകൊണ്ട് യാത്രയാവുകയെ. അവരുടെയൊക്കെ കണ്ണുനീരൊക്കെ ഭഗവാൻ തന്നെ അത് ഒപ്പിക്കളഞ്ഞു. അതവരെ വൃന്ദാവനത്തിലേക്ക് തിരിച്ച് യാത്രയാക്കി. വസുദേവൻ രാമനെയും കൃഷ്ണനെയും അവന്തി രാജ്യത്തിൽ സന്ദീപനി മഹർഷിയുടെ അടുത്തെത്തിച്ചു. 64 ദിവസം അവിടെ താമസിച്ചു. അവിടെ വച്ച് വേദവും വേദാന്തവും ഒക്കെ അസലായിട്ട് പഠിച്ചു. പോരാറായപ്പോൾ എന്താ ഗുരുദക്ഷിണ വേണ്ടതെന്ന് ചോദിച്ചു. ഗുരുവിനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ലെങ്കിലും ഗുരുപത്നിക്ക് ഒരാഗ്രഹം. പണ്ടെന്നോ ഒരു മകൻ മരിച്ചു പോയിട്ടുണ്ട്, ആ മകനെ തിരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്ന്. ഭഗവാൻ ചെന്നു യമലോകത്തിലേക്ക്. ഗുരുനാഥൻ്റെ മകനെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ഗുരുപുത്രനെ യമലോകത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഗുരുനാഥന് ദക്ഷിണയായിട്ട് കൊടുത്തു. അനുഗ്രഹം മേടിച്ച് തിരിച്ച് മധുരാപുരിയിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ മധുരാവാസികൾ ഭംഗിയായിട്ട് ഭഗവാനെ സൽക്കരിച്ചു. ഈ നേരത്ത് ഭഗവാൻ ആലോചിച്ചു, ഈ മധുരാവാസികളും താനും തമ്മിൽ കുറച്ച് ദിവസത്തെ സൗഹൃദ ബന്ധമുള്ളൂ, എന്നിട്ട് താൻ തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് ഇത്രയും വലിയ സന്തോഷം. എങ്കിൽ വൃന്ദാവനത്തിലേക്ക് അങ്ങോട്ട് ചെന്നാലത്തെ സ്ഥിതി എന്താവും? ആ ഗോപിഗോപാലന്മാരുടെ കൂടെ 12 കൊല്ലാണ് കഴിച്ചു കൂട്ടിയത്. അവിടെ അച്ഛൻ, അമ്മ, ഗോപസ്ത്രീകൾ, തൻ്റെ കൂട്ടുകാർ ഒക്കെ തന്നെ ഓർത്തിങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കണമുണ്ട്. അവരെ ആശ്വസിപ്പിക്കാൻ പാകത്തിന് ഇവിടുന്ന് ഒരാളെ പറഞ്ഞയക്കണം. അപ്പോഴേക്കും പാകത്തിന് ഒരാൾ അവിടെ വന്നെത്തി. ഉദ്ധവൻ എന്ന അദ്ദേഹത്തിന് പേര്. അദ്ദേഹം സ്വർഗലോകത്തിൽ നിന്നാണ് വരണത്. ദേവന്മാരുടെ ഗുരുനാഥനായ ബൃഹസ്പതി അദ്ദേഹത്തിനെ അർത്ഥശാസ്ത്രം, അതായത് രാഷ്ട്രമീമാംസ അസലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഉദ്ധവൻ ഈ മധുരാപുരിയിൽ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിനെയാണ് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് യാത്രയാക്കുന്നത്. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.